ഒരു തവണ പോലും എന്നെ ഒന്ന് ഫോണിൽ വിളിക്കാൻ മെനക്കെടാത്ത ആളുടെ അടുത്തേക്ക് ഞാൻ തെറ്റും മാപ്പും പറഞ്ഞ് മടങ്ങി ചെല്ലണമെന്നാണോ? മോളെ, അച്ഛൻ വക്കീൽ ഗുമസ്തനായിട്ട് ജോലി ചെയ്യുന്ന കാലത്ത് കുടുംബ കോടതിയിൽ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. ഒരിക്കലും യോജിക്കില്ല എന്ന് തീരുമാനമെടുത്ത ഭാര്യ ഭർത്താക്കന്മാർ, അവരുടെയൊക്കെ വക്കാലത്ത് എഴുതി അച്ഛൻ പഠിച്ചൊരു പാടുണ്ട്. നമ്മൾ മനുഷ്യന്മാര് മുഴുവൻ സ്വന്തം തെറ്റിനെ ന്യായീകരിക്കുന്ന വക്കീലന്മാരാ എന്ന് പറഞ്ഞ മറ്റുള്ളവരുടെ തെറ്റ് വലുതാക്കി കാണിക്കുന്ന മിടുക്കന്മാരായിട്ടുള്ള വക്കീലന്മാര്. സ്വന്തം മനസാക്ഷിയുടെ മുൻപില് ഞാൻ ചെയ്തത് ശരിയായിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള തത്രപ്പാടാ മനുഷ്യർക്ക്. അവസാനം ഞാനും തെറ്റായിരുന്നു എന്ന് ബോധ്യാവുമ്പോഴേക്കും ജീവിതം ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെയുള്ള കാലം മുഴുവൻ എനിക്കെന്റെ തെറ്റ് തിരുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് നീറി കഴിയന്നെ. അങ്ങനെ ഒരു വിധി എന്റെ മോൾക്കുണ്ടാകാതിരിക്കാൻ പറയാണ്. ആദ്യം നീ അഞ്ജുവിന്റെ സ്കൂളിൽ ചെന്ന് അവളെയും കൂട്ടി അവന്റെ അടുക്ക പോയി. നാളെ സ്വന്തം മോള് കൂടി നിന്നെ തള്ളിപ്പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ജീവിതം തന്ന ദൈവത്തിന്റെ മുൻപില് അവസാനം ജയിച്ചു എന്ന് പറയാൻ മനുഷ്യന്മാരുടെ മുമ്പിൽ ഇടയ്ക്കൊക്കെ തോൽക്കുന്നത് നല്ലതാ മോളെ.